അവനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഞാനാ രാജേന്ദ്ര. ശ്രദ്ധിച്ചില്ല, അവനെ നന്നായിട്ട് വളർത്താൻ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനൊരു നല്ല അച്ഛനായില്ല. തോറ്റുപോയൊരച്ഛനാണോ ഞാൻ? തോറ്റുപോയൊരച്ഛൻ. എന്താ ഇത്? ഇങ്ങനെ പിടിച്ച് വണ്ടി കയറ്റാൻ മാത്രം മാഷ് എന്തുട്ടടിച്ചേ? ഇങ്ങോട്ട് മാറിയിരുന്നേ. മാഷ് ഫിറ്റ് ഒന്നല്ല, ഒരു ഫുൾ ഒറ്റയ്ക്ക് അടിച്ചാലും കുഴിച്ചിട്ട കുറ്റി പോലെ നിൽക്കുന്ന ആള് നമ്മുടെ മാഷ്. അത് കറക്റ്റ്. മാഷ് നമ്മുടെ ലോനപ്പേട്ടല്ലേ? ലോനപ്പേട്ടന് മുൻ ദുബായി ഒരു ബോട്ടിൽ സ്കോച്ച് വിസ്കി കൊടുക്കുന്നുണ്ട്. വണ്ടി പേട്ടലും ഇവിടെ ഡേവിസിന്റെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. വാ മാഷേ നമുക്ക് പോയിട്ട് അടിക്കുക. ഡോക്ടർ അഗസ്റ്റിൻ എൻ്റെ ഒരു പഴയ കൊളീഗ. പുള്ളിക്കാരൻ പറയുന്നത് ചെയ്ത തെറ്റില് ഭാസ്കരൻ ശരിക്കും വിഷമിക്കുന്നുണ്ടെന്നാ. ഡോക്ടർ എന്തിനാ അവന് വേണ്ടി ഇങ്ങനെ അഡ്വക്കേറ്റ് ചെയ്യുന്നത്? എനിക്കിനി അവനെ കാണണ്ട, എവിടെയെങ്കിലും പോയി തൊലയട്ടെ. എനിക്ക് അവനെ ഇനി പഴയതുപോലെ കാണാൻ പറ്റില്ല സീനു. അവൻ അടുത്തേക്ക് വരുമ്പോ പരിചയമില്ലാത്തൊരാണ് അടുത്തേക്ക് വരുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. നമുക്ക് വേണമെങ്കിൽ അവനെ കൈയൊഴിയാം, പോലീസ് പരാതിപ്പെടാം, കോടതിയിൽ ഹാജരാക്കി ഏതെങ്കിലും ജുവനൈൽ ഹോമിൽ കൊണ്ടാക്കാം. അതുകൊണ്ട് അവൻ നന്നാകും എന്നുള്ളതിന് എന്താ ഉറപ്പ്? ചിലപ്പോൾ അവിടെ വെച്ച് തെറ്റുകൾ മനസ്സിലാക്കി അവൻ നന്നായിന്നിരിക്കും. ഇല്ലെങ്കിലോ ക്രിമിനൽ സ്വഭാവമുള്ള പല വിധത്തിലുള്ളവരുമായി ഇടപഴകി കുറെ കഴിയുമ്പോൾ അവൻ പുറത്തു വരുന്നത് ഒരു കൊടും കുറ്റവാളിയായിട്ടായിരിക്കും. അന്നും അവന്റെ മേൽവിലാസം ഇതൊക്കെ തന്നെയാണ്. അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് നിങ്ങളുടെ പേരുകൾ തന്നെയായിരിക്കും. പക്ഷെ ഒരു തവണ അവന്റെ തെറ്റ് പൊറുക്കാൻ നമ്മൾ തയ്യാറായാൽ, സ്നേഹം കൊണ്ട് അവനെ ഒന്ന് തിരുത്താൻ തയ്യാറായാൽ, എന്റെ മകൾക്കെന്നല്ല ഏത് പെണ്ണിനും സുരക്ഷിതമായി കൂടെ പോകാൻ കഴിയുന്ന ആണൊരുത്തനാക്കി അവനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ നമുക്ക് അവനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യം അതായിരിക്കില്ലേ? ഡോക്ടർ അഗസ്റ്റിൻ അവനെ കൊണ്ട് ഇപ്പൊ വരും. നിങ്ങൾ അവനെ സ്വീകരിക്കണം. നിങ്ങളെപ്പോലെ വലിയ മനസ്സുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. ഡോക്ടർ, എനിക്കെന്റെ മോനെ വേണം. എനിക്കൊരു നല്ല അച്ഛനായിട്ട് മാറണം. മോനെ ഇറങ്ങ്, വാ, പേടിക്കണ്ട, ഇറങ്ങ്. ഡോക്ടറല്ലേ പറയും. മോൻ ചെല്ല്, അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ല്, ചെല്ല്. ഭാസ്കര, ഭാസ്കര മോനെ, പ്രിയ ചെല്ലു, പ്രിയ അവന്റെ അടുത്തേക്ക്. പ്രിയ അവന്റെ അടുത്തേക്ക് ഒന്ന് ചെല്ല്.
6 മാസം പിരിഞ്ഞ് ജീവിച്ചിട്ടും അതേ തീരുമാനം തന്നെയാണോ ഇപ്പോഴും? അതെ മാഡം, എനിക്ക് ഡിവോഴ്സ് വേണം. നിങ്ങൾക്കും അതേ അഭിപ്രായം തന്നെയാണോ? പ്രിയ പറഞ്ഞതുപോലെ തന്നെ ആവാം മാം. കാരണം പ്രിയയുടെ ഭർത്താവായിട്ട് ജീവിക്കാനുള്ള യോഗ്യത എനിക്കില്ല. മനസാലെ പിരിയാൻ ഇരു കക്ഷികളും തീരുമാനിച്ചിരിക്കുന്നതിനാൽ കോടതി വിവാഹമോചനം അനുവദിച്ചിരിക്കുന്നു.